ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗോൾഡൻ റൈസ് എന്ന് പറഞ്ഞിട്ട് കൊറിയക്കാരുടെ ഒരു സ്പെഷ്യൽ ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ്. ഞാൻ അതിന് 2 കപ്പ് വേവിച്ച റൈസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബിരിയാണി റൈസ് എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാൻ വലിയ നീളമുള്ള അരിയാണ് എടുത്തേക്കുന്നത്. ഞാനതിലേക്ക് 2 മുട്ടയുടെ മഞ്ഞയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം, അത് നമുക്ക് വേറെ ആവശ്യമുണ്ട്. ഇപ്പോൾ വെള്ളം മാത്രം നമ്മൾ ചോറിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മളിങ്ങനെ ചെയ്യുന്ന കാണുമ്പം എല്ലാവരും വിചാരിക്കും ഭയങ്കര ബോറ് ടേസ്റ്റായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിടുക്കൻ ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇനി അടുത്തതായിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്കിത് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നല്ല ടേസ്റ്റാണ്, എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. ഞാൻ എന്താ ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെള്ള ഉണ്ടല്ലോ, മുട്ടയുടെ വെള്ള, അതൊന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കും. 2ആയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ മഞ്ഞ മാറി ഇത് രണ്ടും സെപ്പറേറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് കുറച്ചൊന്ന് ഉപ്പും കൂടി ഇട്ടിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ചോറുണ്ടല്ലോ, നമ്മുടെ ചോറുണ്ടാക്കി വെച്ചത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകും. അതിന് മുന്നേ കുറച്ച് റെസിപ്പീസ് ആഡ് ചെയ്യാനുണ്ട്. അത് നമ്മൾ കുറച്ച് സവോളയ്ക്ക് പകരം നമ്മൾ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യാത്തത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു 3 അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മുട്ടയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി അരി വെന്ത് വരുമ്പോൾ നല്ല പാനിൽ നിന്ന് വിട്ടിട്ട് നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ബാക്കി നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് നിങ്ങൾ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല ടേസ്റ്റാണ്. ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഭയങ്കര ഈസിയാണ്, ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റും. നല്ല മടിയുള്ള ടൈമിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഈസിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടവും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു ഒപ്പീനിയൻ പറയുക. എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.